ഇത് ശ്രീലങ്കൻ്റെ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് കമ്പനിയാണ്. കംപ്ലീറ്റ് കളർഫുള്ളാണ്. ഇപ്പോൾ ഞാനിനി ശ്രീലങ്കയിൽ നിന്ന് വിട പറഞ്ഞ് നേരെ ചെന്നൈയിലേക്ക് പോവാണ്. നമുക്ക് ഫ്ലൈറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ടിൽ ഫ്ലൈറ്റിലേക്ക് ഉള്ള ബസ്സുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണിയായിരിക്കുന്നു. അപ്പോൾ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ ബസ്സിൽ അങ്ങനെ പോകണം, കുറച്ചാണ്ട് പോകാണ്ട്. ഞാനിനി ശ്രീലങ്കയിൽ നിന്ന് വിട പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലേക്ക് പോവാണ്, ചെന്നൈയിലേക്ക്. ജസ്റ്റ് റിമെമ്പർ. ഇത് ശ്രീലങ്കൻ്റെ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് കമ്പനിയാണ്. കംപ്ലീറ്റ് കളർഫുള്ളാണ്. അങ്ങനെ ശ്രീലങ്കയിലെ കാഴ്ച കണ്ടു കഴിഞ്ഞു ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്, ചെന്നൈയിലേക്ക്. අපගේ ගමන් කාලය පැයකයි විනාඩි 10ක් වන අතර අප පුහුදු මට්ටමේ සිට අඩි 36000ක් ඉහළින් පියාසර කරනු ඇත. ඔබගේ ගමන් මළු ඉදිරියෙන් තිබෙන ආසනයට හෝ ඉහළ පිටි රාක තුළ තැන්පත් කළ යුතුය. එම රාක විවෘත කරන විට ඒ ඇති භාණ්ඩ පිටතට වැටිය හැකි බැවින් ඒ ගැන ප්‍රවේශම් වන ලෙස කරුණාවෙන් ඉල්ලා සිටිමු.
තව ස්වල්ප වේලාවකින් අප ගුවන් ගත වන හේයින් කරුණාකර ඔබගේ ආසන මේසය හකුලා ආසනයේ පසු හැන්ද කෙලින් තබා ආසන පටි සවි කර ගන්න. ඔබ ඉදිරියේ ආසන පැත්තේ තිබෙන ආරක්ෂක විධිවිධාන පත්‍රිකාව සමීලේ அதற்காக ஒதுக்கப்பட்ட இடங்களில் கீழே விழாமல் பாதுகாப்பாக வைக்கப்பட்டு கொள்கிறோம். விமானம் கிளம்பியிருப்பதால் தயவு செய்து ஆசனத்தின் முன்னுள்ள மேசை மடுக்க ஆசன பட்டியலை இருவக்கட்டிக் கொள்ளுமாறு கேட்டுக்கொள்கிறோம். இவ்விமானத்தில் புகைத்தல் தடை செய்யப்பட்டுள்ளது. இப்பிரயாணம் இன்பரமாய் இருக்கிறது. අවුරුද්දකින් පහළම සදා විශේෂ ජීවිත ආරක්ෂක කබාස් අපේ ලැබේ. ඉතින් යාම බරපතල වරදක් බව අවධාරණය කරමු. For infants, special life vests are provided. Please be ഇപ്പം സമയം 8:50. ഗ്ലാസ്സുമ്മലൊക്കെ വെള്ളത്തിൻ്റെ തുള്ളിയുണ്ട് മഴ പെയ്തിട്ട്. ഇപ്പം നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ എത്തും. അപ്പം നമുക്ക് അങ്ങനെ ബാക്കി ഇനി ആകാശത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോകാം. ഞാൻ ഏറ്റവും ബാക്കിൽ അവിടെ നിന്ന് ഒരു 3ാമത്തെ റോലാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റുകളൊക്കെ കാലിയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫ്ലൈറ്റ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ കുറഞ്ഞ സമയത്തുള്ള ഫ്ലൈറ്റ് യാത്രയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിതിങ്ങനെ കണ്ട് അങ്ങനെ പോവാം. അങ്ങനെ കൊളംബോ സിറ്റിയുടെ മുകളിലെത്തിക്കുന്നത്. ഫ്ലൈറ്റ് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഗ്ലാസ്സുമേലുള്ള മഴത്തുള്ളികൾ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയിക്കുന്നത്. ഇതാണ് കൊളംബോ സിറ്റി. ഈ ഗ്ലാസിൻ്റെ ഇവിടെ ഒരു കറ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്ലിയർ ഇല്ല. ക്യാമറയിൽ അതിങ്ങനെ മഴച്ച് കാണുകയാണ്. ලෝනවරණේ මහත්වරණේ අප දැන් අයහපත් කාල ගුණයක් මැද ප්‍රයාසර කරන බැවින් කරුණාකර ඔබගේ ආසනයේ රැඳී සිට ආසන පටි සවි කර ගන්න. මෙම කාලය තුලදී වැසිකිලි භාවිතයෙන් වළකින්න. ස්තුතියි. Ladies and gentlemen, as we are flying through an area of turbulent weather, you are kindly requested to return to your seats and fasten your seatbelts. Please refrain from using the toilets during this time. Thank you. And snacks are available for sale on board the aircraft. The menu is in our in-flight magazine, Skyway, which is located in the seat pocket in front of your seat. You may now make your purchases from ഒരു ഗ്ലാസ് വെള്ളം വരുന്നത്.
കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്വേഡ് വേണം. പിന്നെ വേണ്ടത് വിസ നമ്മൾ ഓൺലൈനിൽ എടുക്കും. അതിന് 400 രൂപയാണ് ഇന്ത്യൻ മണി ചാർജ്. പിന്നെ പോകാനും വരാനുള്ള ടിക്കറ്റ് വേണം. അവിടെയുള്ള താമസിക്കുന്ന ഹോട്ടൽ കാണിക്കും. അവിടെ താമസിക്കാൻ ഹോട്ടലില്ലെങ്കിൽ ശ്രീലങ്കൻ നാഷണാലിറ്റിയിലെ ആരുടെയെങ്കിലും ID ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാം. അത് ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ് ചാർജ് കുറവുള്ളത്. പിന്നെ നമ്മുടെ ധനുഷ്കോടി ആ ഭാഗത്തുനിന്ന് ബെസൽ സർവീസ് ഉണ്ട്. ലക്ഷദ്വീപിൽ ഞാൻ മുമ്പ് യാത്ര ചെയ്യുന്നൊരു ബെസൽ എന്ന് പറഞ്ഞ ഹൈ സ്പീഡ് അതുണ്ട്. അത് 7000 സംതിങ് ആണ്. ഫ്ലൈറ്റിന് 8 to 12 വരെ ചാർജ് ഉണ്ട്. ഫ്ലൈറ്റിനാണെങ്കിൽ 1 മണിക്കൂറും 20 മിനിറ്റും ഇതിന് 3 മണിക്കൂറിൽ കൂടുതൽ വേണം. പിന്നെ കാലാവസ്ഥ മോശമാണെങ്കിൽ അത് യാത്ര ഉണ്ടാവില്ല. അത് ജാഫ്നയിലാണ് പോയി ഇറങ്ങുക. ഫ്ലൈറ്റ് ആണെങ്കിൽ കൊളംബോയിലാണ്. ജാഫിനൊരറ്റത്താണ്, കൊളംബോ ഏകദേശം ഒരു മിഡിലാണ്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ ആ അറ്റം മുതൽ ജാഫ്ന വരെ ഒരുപാട് ഏരിയയിൽ കൂടി പിന്നെ ഓരോ സ്ഥലങ്ങളുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകൾ. നമ്മുടെ ദിവസത്തിനനുസരിച്ചിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡോളർ ശ്രീലങ്കയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരണമെന്നുണ്ട്. കാരണം ഡോളർ ചേഞ്ച് ചെയ്യണ ഏറ്റവും ഒരു $100 ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 30,000 രൂപ ശ്രീലങ്ക മണി കിട്ടും. 30,000 എന്ന് പറഞ്ഞാൽ 29,500, 29,750, 30. 30,000 അടുത്താണ് $100 കിട്ടുക. അപ്പോൾ നാട്ടിൽ നിന്ന് ശ്രീലങ്കൻ മണി ചേഞ്ച് ചെയ്ത് കൊണ്ടേണ്ട ആവശ്യമില്ല. നമുക്ക് നഷ്ടമാണ്. ശ്രീലങ്കൻ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡോളർ ചേഞ്ച് ചെയ്യാം. പിന്നെ അതിന് പുറമെ ഈ ശ്രീലങ്കയിലുള്ള ജ്വല്ലറി ഷോപ്പുകളിൽ ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കൻ്റെ ആ ഒരു കൺവെർട്ട് ചെയ്തിട്ട് നമുക്ക് ശ്രീലങ്ക മണി തരും. പിന്നെ ഇവിടെ എൻട്രി ഫീകൾ ഒരുപാട് എൻട്രി ഫീകൾ എല്ലാത്തിലേക്ക് അടക്കണമെങ്കിലും ചാർജാണ്. അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് യൂറോപ്യന്മാരെക്കാട്ടും ഹാഫ് ചാർജ് മതി. ചില സ്ഥലങ്ങളിൽ യൂറോപ്യന്മാർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഒരേ ചാർജ് തന്നെയാണ്. പക്ഷെ ഒരുപാട് എൻട്രി ഫീകൾ വരും. ചിലവ് കൂടുതലാണ്. ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾക്കൊക്കെ വില പൊതുവേ കൂടുതലാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട്. അപ്പം നമ്മൾ ചെന്നൈൻ്റെ മുകളിലെത്തി. Cabin crew, be seated for arrival. Thank you. ചെന്നൈ സിറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.